പാലക്കാട് ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. കേരളത്തിനൊപ്പം നഗരസഭാ സ്ഥാനാർത്ഥികളെ ചൊല്ലി BJPയിൽ അവിടെ വലിയ തർക്കം ഉടലെടുത്തിരിക്കുകയാണ്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. വിൻഷ, ഗുഡ് മോർണിംഗ്. സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലിയൊരു പട്ടിക, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റിയ ഒരു പട്ടിക, പല പേരുകളും വെട്ടിച്ചുരുക്കിയ ഒരു പട്ടിക സി കൃഷ്ണകുമാർ അവിടെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി സമർപ്പിച്ചിരുന്നു. അത്തരത്തിൽ സ്വന്തക്കാരുടെ പല പട്ടികകളും പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ച BJPക്കിടയിൽ തന്നെ വലിയ അമർഷം വരികയാണ് ഇപ്പോൾ. അവിടെ സംസ്ഥാന നേതാവിന് താല്പര്യമുള്ളവരെ മത്സരിപ്പിക്കണമെന്ന് പറയുന്നു. തിരിച്ച് ഈ നേതാക്കൾ നൽകുന്ന പട്ടികയിൽ അമർഷമുള്ളവർ നേതൃത്വത്തിനോട് തന്നെ അത്തരത്തിലുള്ള പരാതികൾ പറയുന്നു. ശിവരാജു അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു, BJP കൗൺസിലറാണ് അദ്ദേഹത്തിന് ഇനി മത്സരിപ്പിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ, പ്രശാന്ത് ശിവന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ, അപ്പോൾ അങ്ങനെത്തിൽ BJP നേതാക്കൾക്കിടയിൽ തന്നെ വലിയൊരു വ്യക്തത ഇല്ലായ്മ, സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ലായ്മയുണ്ട് അവിടെ പാലക്കാട്. വിൻഷ, തീർച്ചയായും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് പാലക്കാടും ഉള്ളത്. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും BJPയെ സംബന്ധിച്ചിടത്തോളമാണ്. പാലക്കാട് നഗരസഭയിൽ BJPയാണ് ഭരിക്കുന്നത്. എന്നാൽ സ്ഥാനാർത്ഥികളെ ചൊല്ലി ഈ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ വേണ്ടി BJPക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൽ വലിയ രീതിയിലുള്ള തർക്കം പാലക്കാട് നഗരസഭയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ സി കൃഷ്ണകുമാറിൻ്റെ ഏകാധിപത്യ നിലപാടിനെതിരെയാണ് ഒരു വിഭാഗം രംഗത്തെത്തിയത്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് സി കൃഷ്ണകുമാറിനെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അടക്കം പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പട്ടികയാണ് സംസ്ഥാന നേതൃത്വത്തിന് സി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ കൈമാറിയിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഉണ്ടായിരുന്ന ഒരു പേര് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ്റെ അടക്കമുള്ളവരുടെ പേരുകളാണ്. എന്നാൽ ഇത്തരത്തിൽ ജില്ലാ പ്രസിഡന്റിനെ അടക്കം മത്സരിപ്പിക്കുമ്പോൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടെ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ എന്ന് ഉണ്ട്. എന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ടാണ് സി കൃഷ്ണകുമാർ ഇത്തരത്തിലൊരു പട്ടിക തയ്യാറാക്കി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള തർക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഒരാഴ്ചക്ക് മുകളിലായി ഇത്തരത്തിലൊരു തർക്കം പാലക്കാട് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ ഏകാധിപത്യമായി സ്ഥാനാർത്ഥികളെ നിർണയിച്ചാൽ അതിനെതിരെ റബലായി മത്സരിക്കുമെന്ന ഭീഷണിയാണ് മറുവിഭാഗം ഉയർത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് വീണ്ടും BJP നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലടക്കം ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം മറ്റ് മുന്നണികളെക്കാൾ മുന്നേ BJP ആരംഭിച്ചിരുന്നു. എന്നാൽ ഇത്തവണ LDFൻ്റെ അടക്കം പ്രചരണങ്ങൾ ആരംഭിച്ചിട്ട് പോലും BJPക്ക് ഒരു ഇഞ്ച് പോലും പ്രചരണം ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. തർക്കത്തിനിടയിൽ UDFൻ്റെ സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് വൈകിട്ടോടുകൂടെ പുറത്തു വരും എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതിനാൽ തന്നെ പാലക്കാട് ജില്ലയിൽ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് LDF കടന്നിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു LDFൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത്. 40-ലധികം സ്ഥാനാർത്ഥികളെ LDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരൊക്കെ പ്രചാരണത്തിൽ സജീവമായി കഴിഞ്ഞു. ഇത്തവണ ഭരണം പിടിക്കാൻ വേണ്ടി കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് LDF മുന്നിട്ടിറക്കിയിരിക്കുന്നത്.